ഇന്നത്തെ വീഡിയോയിൽ ഓവർസിയർ ഗ്രേഡ് 1 PWD ഓർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാറ്റഗറി നമ്പർ 579/2024 ഈ മാസം 27-ന് നടക്കുന്ന എക്സാമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനകത്ത് സാലറി ആൻഡ് എക്സ്പെക്ടഡ് വേക്കൻസീസ് ഒക്കെ ഈ മാസമാണ് എക്സാം. കുറച്ച് 2-3 ആഴ്ചകളേ ഉള്ളൂ. എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ലൊരു റാങ്കിലേക്ക് എത്തുക. ഇതിന്റെ സാലറിയും വേക്കൻസിയും ഒക്കെ നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് പോവാം. സോ ഇതാണ് 31/12/2024 വന്ന ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ, കാറ്റഗറി നമ്പർ 579/2024, ഓവർസിയർ ഗ്രേഡ് 1 PWD ഓർ ഇറിഗേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഗ്രേഡ് 3യുടെ സാലറി, 2ന്റെ സാലറി നോക്കി. ഇനി ഗ്രേഡ് 1ന്റെ സാലറിയാണ് നോക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന സമയം ബേസിക് പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 37,400 തൊട്ട് 79,000 വരെയാണ്. നമുക്ക് ഈ ഡിഫറൻസ് തന്നെ ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3, 2 എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്കെയിൽ കൂടുതലാണ് ഗ്രേഡ് 1. ഇതിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് AE എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സ്കെയിൽ പേ ഒക്കെ വെച്ച് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളുടെ എത്രമാത്രം നിങ്ങൾ പഠിത്തം കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യണം എന്നത് പറയാൻ വേണ്ടിയാണ്. കാരണം സാലറി വ്യത്യാസമുണ്ട് നല്ല രീതിയിൽ. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ ബേസിക് പേയുടെ കൂടെ ഈ HRA, DA, CCA ഒക്കെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 42-43 ഉണ്ടാവും. അതിന് എല്ലായിടത്തും പറയുന്ന പോലെ കുറച്ച് ഡിഡക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിന്റെ വേക്കൻസിയാണ്. വേക്കൻസി എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആന്റിസിപ്പേറ്റഡ് എന്നാണ് വേക്കൻസി കൊടുത്തിരിക്കുന്നത്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ചിലയിടത്ത് കാണിക്കുന്നത്. പക്ഷെ അഡ്വൈസ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിന് നമുക്ക് ഇനി നോക്കാം എത്രമാത്രം ഈ ഒരു കാറ്റഗറിയിലേക്ക് അഡ്വൈസ് നടന്നു വന്നത്. സോ ഇതാണ് 2/11/2022 നടന്ന 483/2020 എന്ന് പറയുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള PWD ഇറിഗേഷൻ ഗ്രേഡ് 1 എക്സാം. ഇതിന്റെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്ന ഈ വർഷം 5-ാം മാസം 20/5/2025 ലാസ്റ്റ് അഡ്വൈസ് നടന്നിരിക്കുന്നത്. 302 പേർക്കാണ് ഈ അഡ്വൈസ് നടന്നിട്ടുള്ളത്. OC ടേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 259 പേർക്ക്, EWS ആണെങ്കിൽ 441 റാങ്ക് വരെയാണ്. അതേപോലെ മുസ്ലിം ആണെങ്കിൽ 289, LCക്ക് ആണെങ്കിൽ 394. അങ്ങനെ നല്ല രീതിയിലൊരു അഡ്വൈസ് ഈ ഗ്രേഡ് 1ന് നടന്നിട്ടുണ്ട്. ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പേ സ്കെയിലും വേക്കൻസി ഒക്കെ കാണിച്ചിരിക്കുന്നത് നമ്മൾ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 3, 2, 1 എന്നുള്ള ആ ഒരു കാറ്റഗറി ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഏകദേശം ഈ ഒരു സമയമാണെങ്കിൽ ഒരു 5-8 വർഷം എടുക്കും ഈ പറയുന്ന ഒരു കാറ്റഗറി ചേഞ്ച് അല്ലെങ്കിൽ ഗ്രേഡ് ചേഞ്ച് നടക്കാൻ. അല്ലെങ്കിൽ അതിലും ചിലപ്പം സീനിയോറിറ്റി നിങ്ങൾ എവിടെ കിടക്കുന്നു അതനുസരിച്ച് പിന്നെയും നീളാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഗ്രേഡ് മാറുന്നതനുസരിച്ച് സാലറി വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഗ്രേഡ് 1ലേക്ക് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ എവിടെയെങ്കിലും ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി പഠിക്കരുത്. ഫ്രണ്ടിലേക്കുള്ള റാങ്കിലേക്ക് എത്താൻ വേണ്ടി പഠിക്കുക. നല്ല രീതിയിൽ ഈ സാലറി വേക്കൻസി ഒക്കെ ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ. കുറേയൊക്കെ സാലറി നിങ്ങൾക്ക് അറിയാം വ്യത്യാസപ്പെടുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സമയം നിങ്ങൾ എടുക്കണം. അതിനുള്ള ടിപ്സ് യൂസ് ചെയ്യണം. അങ്ങനെയുള്ള സ്മാർട്ട് വർക്കുകൾ ഉപയോഗിച്ച് ഈ 2-3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.